ഒരു വിചാരം പരിപാടിയിലേക്ക് നിങ്ങൾ ഏവരെയും വീണ്ടും ഞാൻ ഉമ്രു വെട്ടിക്കാട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഖുർആൻ സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ വിഷയം. ഖുർആൻ സ്തുതിപാഠകരാൽ അവിരാമം പുകഴ്ത്തപ്പെടുന്ന ഒരു കാര്യമാണ് ഖുർആൻ ചിന്തിക്കുന്നതിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ടെന്നത്. അതിനായി അവർ ഖുർആനിൽ നിന്നും ചിന്തിക്കുക എന്നർത്ഥം വരുന്ന ചില വാക്കുകളിലായി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. 776 പറഞ്ഞ ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിച്ചേക്കാൻ വേണ്ടി എന്നോ, 13:3 പറഞ്ഞ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, അതിൽ നിശ്ചയമായും ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന പോലെയോ ഉള്ള ധാരാളം പ്രസ്താവനകൾ ഖുർആനിൽ നിന്നും എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. 88-17 മുതൽ 21 വരെയുള്ള വചനങ്ങളും കൂടുതൽ എടുത്തു പറയപ്പെടാറുള്ളതാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് എന്നിവയാണത്. അവർ ഒട്ടകത്തെ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്? ആകാശത്തെ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടത്? മലകൾ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അവ നാട്ടപ്പെട്ടത്? ഭൂമിയെ നോക്കുന്നില്ലേ, എങ്ങനെയാണ് അതിനെ പരത്തപ്പെട്ടത്? എന്നിങ്ങനെയാണ് ആ വചനങ്ങളുടെ സാരം. യഥാർത്ഥത്തിൽ ഈ വക കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ ഖുർആനിന്റെ നിരാസത്തിലേക്കാണ് വഴിതെളിക്കുക. ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നാണ് ആദ്യ ചോദ്യം. ഒന്നാമതായി ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിന് മറ്റു ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പുമായി എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാകുന്നില്ല. കങ്കാരുവും ഈനാമ്പേച്ചിയും കീരിയും പാമ്പുമെല്ലാം സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ ഒരുപോലെയല്ലേ? രണ്ടാമതായി ഇവയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന തീരുമാനത്തിലെത്തണമെങ്കിൽ അള്ളാഹു അവയെ സൃഷ്ടിക്കുന്നത് ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അള്ളാഹു സൃഷ്ടിച്ചുവെന്ന് ഖുർആൻ വരച്ചു വെച്ച അതിർത്തിക്കുള്ളിലെ ചിന്തിക്കാൻ ഖുർആൻ അനുവദിക്കൂ. ഇല്ലാത്ത ആകാശം ഉയർത്തിയതും മലകൾ നാട്ടപ്പെട്ടതും ഗോളാകൃതിയിലുള്ള ഭൂമി പരത്തപ്പെട്ടതും എല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു. എന്നാൽ ഖുർആനിക വിശ്വാസം ബുദ്ധിയാൽ ഭരിക്കപ്പെടുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ അതൊരു വിശ്വാസം അഥവാ ഈമാൻ മാത്രമാണ്. യാതൊരു തെളിവുകളും ഇല്ലാത്തതിനെ അംഗീകരിക്കലാണ് വിശ്വാസം എന്നതിനാൽ വിശ്വാസം മനുഷ്യന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്താൻ ആവശ്യപ്പെടുന്നില്ല. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നിങ്ങൾ വിശ്വസിക്കുക എന്ന് ഖുർആൻ എവിടെയും മനുഷ്യനോട് ആവശ്യപ്പെടുന്നുമില്ല. വിശ്വാസികളുടെ ഒരു പ്രസ്താവന ഖുർആൻ എടുത്തു പറയുന്നത് ശ്രദ്ധിക്കുക. റബ്ബന ഇന്നനാ സമഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന എന്നാണ് 3:193 പറയുന്നത്. ഞങ്ങളുടെ നാഥ, നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുക എന്നൊരാൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. ഇതാണ് പ്രസ്തുത വാക്യം പറയുന്നത്. ഖുർആനിക വിശ്വാസത്തിന്റെ തലവാചകമാണ് പ്രസ്തുത വചനം. വിശ്വസിക്കുക എന്നൊരാൾ വിളിച്ചു പറയുന്നത് കേൾക്കുന്നു, അങ്ങ് വിശ്വസിക്കുന്നു. ഇവിടെ ബുദ്ധിയുടെ ജോലി എന്താണ്? ചിന്തയുടെ സ്ഥാനം എന്താണ്? ഖുർആൻ ഒരിക്കലും സംശയത്തിലേക്ക് നയിക്കുന്ന, അവിടെ നിന്നും ഉറച്ച വിശ്വാസത്തിലേക്കോ നിരാസത്തിലേക്കോ എത്തിച്ചു വരുന്നേക്കാവുന്ന സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. 776 ഒരു വചനം നോക്കുക. ذَلِكَ مَثَلُ الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا فَاقْصُصِ الْقَصَصَ لَعَلَّهُمْ يَتَفَكَّرُونَ എന്നവസാനിക്കുന്ന ഈ ഭാഗം പറയുകയാണ്, ഇതിന് തൊട്ട മുമ്പ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ സൂക്തങ്ങളിൽ വിശ്വസിക്കാത്തവരുടെ ഉദാഹരണമാണെന്ന്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യാതൊരു ചിന്തയുടെയും ആവശ്യമില്ല, അവിശ്വസിക്കാനാണ് ചിന്തയുടെ ആവശ്യം. അങ്ങനെ ചിന്തിച്ച് അവിശ്വാസത്തിലെത്തിയവരെ കുറിച്ചാണ് ഈ പറയുന്നത്. കഥകൾ പറഞ്ഞു കൊടുക്കുക, അവർ ചിന്തിച്ചേക്കാം എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഉദാഹരണം എന്തെന്ന് നോക്കാം. ഫമസലുഹും മസലുൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് വ ഇൻ തത്രുക്കുഹു യൽഹസ്. അവൻ നായയെ പോലെയാണെന്നാണ് പറയുന്നത്. അതിനെ ഓടിച്ചാലും കിതയ്ക്കും, വെറുതെ വിട്ടാലും കിതയ്ക്കും.
ഇതിൽ എന്താണ് ഇത്ര ചിന്തിക്കാനുള്ളത്? ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ നായയോട് ഉപമിച്ചു എന്നല്ലാതെ, ഉപമ നൽകിയ ആളിൻ്റെ അറിവുകേടല്ലാതെ മറ്റെന്താണ്? ഉപമ കർത്താവ് വിചാരിച്ചത് അറേബ്യയിലെ പോലെ നായ എല്ലായിടങ്ങളിലും എല്ലാ സമയത്തും നാവ് പുറത്തു നീട്ടി അണച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഉഷ്ണരാജ്യങ്ങളിൽ കാണുന്ന ഈ പ്രതിഭാസം തണുപ്പ് രാജ്യങ്ങളിൽ കാണുകയേയില്ല, അതിനെ ദീർഘനേരം ഓടിച്ചാലല്ലാതെ. ഉഷ്ണരാജ്യങ്ങളിൽ ഓടിച്ചില്ലെങ്കിലും ഈ പ്രതിഭാസം കാണും. എന്തെന്നാൽ നായ്ക്ക് വിയർപ്പ് ഗ്രന്ഥിയില്ല, ചൂട് വിയർപ്പ് ഗ്രന്ഥിയിലൂടെ പുറത്തു പോകാൻ. പക്ഷേ 7-ാം നൂറ്റാണ്ടിലെ ഖുർആനിനുണ്ടോ അതറിയുന്നു? മരുഭൂമിയിലെ കാഴ്ചക്ക് അനുസരിച്ച് മെനയുകയല്ലേ ഉദാഹരണങ്ങൾ. എന്തായാലും അവിശ്വാസിയെ നായോട് ഉപമിച്ചു എന്നതാണ് ചിന്തിക്കുന്നവന് കിട്ടുന്നത്. അവിശ്വാസി ചിന്തിച്ചതുകൊണ്ടാണ് അവിശ്വാസിയായത്. പഴയകാല കെട്ടുകഥകളും കൊണ്ടുവന്നപ്പോൾ ഖുറൈശികൾ പറഞ്ഞത് പഴമക്കാരുടെ കെട്ടുകഥകൾ എന്നാണ്. ഖുർആനിൽ പലയിടത്തും ഇത് പറഞ്ഞതായി കാണാം. ചിന്തിച്ചത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതും സൂക്തങ്ങളെ വിശ്വസിക്കാതിരുന്നതും. അല്ലായിരുന്നുവെങ്കിൽ ഒരാൾ വിശ്വസിക്കാൻ വിളിച്ചു പറയുന്നത് കേട്ടു ഞങ്ങൾ വിശ്വസിച്ചു എന്നേ പറയൂ. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധി ഉപയോഗപ്പെടുത്തി വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരെയാണ് ഇവിടെ നായയോട് ഉപമിച്ചിരിക്കുന്നത്. ഇതാണോ ചിന്തിക്കാനുള്ള പ്രോത്സാഹനം? ഇവിടെ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക നായയുടെ കിതപ്പിനെ പറ്റിയല്ല, ഖുർആനിന്റെ തെറ്റായ ഉപമയെ പറ്റിയാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം മാനിച്ചിരിക്കുന്നുവെന്ന് 1770 കാണാം. മനുഷ്യർ എന്നാൽ വിശ്വാസിയും അവിശ്വാസിയും അടങ്ങിയതാണല്ലോ. എന്നിരിക്കെയാണ് അവിശ്വാസിയായ മനുഷ്യനെ 1770 വിപരീതമായി നായയോട് ഉപമിച്ച് അപമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടെ ചിന്തിക്കാനുള്ളത്. എന്നാൽ ഈ ചിന്തയെ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇല്ല തന്നെ. ഖുർആൻ 2:164 പറയുന്ന ഒരു കാര്യം നോക്കുക. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉൻ നാസ് വമാ ഉൻസില മിനസ് സമാഇ മിൻ മാ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹ് والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. സാമാന്യം വലിയ ഒരു സൂക്തമാണ്. അതിൻ്റെ സാരം ചുരുക്കി പറയാം. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റങ്ങളിലും മനുഷ്യർക്ക് ഉപകാരപ്രദമായവയും കൊണ്ട് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശത്ത് നിന്നും പെയ്തു ഭൂമിയെ ജീവനുറ്റതാക്കുന്ന മഴയിലും കാറ്റിലും മേഘങ്ങളിലുമെല്ലാം ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കസാരം. ഒരു വിശ്വാസി ഇത് വായിക്കുമ്പോൾ ഇത് ദൈവിക വചനമാണെന്നതിൽ അവന് യാതൊരു സംശയവുമില്ല. അള്ളാഹു ശരിക്കും ഭൂമികൾ സൃഷ്ടിച്ചു, അവൻ അവയെ പരിപാലിക്കുന്നു. ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നു അവൻ. മനുഷ്യന് ഉപകാരപ്രദമായ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകളെ കടലിലൂടെ അവൻ സഞ്ചരിപ്പിക്കുന്നു എന്നിങ്ങനെ അവൻ കരുതിക്കൊള്ളും. ഇതാണോ ചിന്ത? ഇതിലെന്ത് ചിന്തയാണ് ഇരിക്കുന്നത്? ഇതെല്ലാം മതം അടിച്ചേൽപ്പിച്ച യാതൊരു തെളിവുകളുമില്ലാത്ത വിശ്വാസങ്ങളാണ്. അവയെ താലോലിക്കുന്നതാണോ ചിന്ത? ഇതെല്ലാം കേൾക്കുമ്പോൾ വിശ്വാസി പറയുന്നു സദഖല്ലാഹ്, അള്ളാഹു സത്യമാണ് പറഞ്ഞതെന്ന്. ഏറ്റവും ചുരുങ്ങിയത് അവന് ചോദിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. മനുഷ്യന് ഉപകാരപ്രദമല്ലാത്ത വളരെ ദോഷകരമായ തോമാഹോക്ക് പോലെയുള്ള മാരകായുധങ്ങൾ വഹിച്ച് കടലിലൂടെ പോകുന്ന കപ്പലുകളോ അവ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണോ എന്ന്. മനുഷ്യന് ഉപകാരപ്രദമായ സാധനങ്ങളുമായി വഹിക്കുന്നവയാണല്ലോ ദൃഷ്ടാന്തങ്ങളായി പറഞ്ഞത്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ സാത്താൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങളാണ് യഥാർത്ഥ ചിന്തയിൽ നിന്നും വരേണ്ടത്. പക്ഷെ ഖുർആൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഖുർആൻ മനുഷ്യബുദ്ധിയെ ഒട്ടും മാനിക്കുന്നില്ല. ഈമാൻ മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അതിനപ്പുറം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും 5:101 പറഞ്ഞ പോലെ വിലക്കിയിരിക്കുകയാണ്. അള്ളാഹുവും അവൻ്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ മറിച്ചൊരു തെരഞ്ഞെടുപ്പ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് 33-36 അടിവരയിട്ട് പറയുന്നത്. ഖുർആൻ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വാദം അതിനാൽ തന്നെ പൊള്ളയാണ്. യഥാർത്ഥവുമായി അതിനൊരു ബന്ധവുമില്ല. ആദ്യം അവതരിച്ച സൂക്തം ഇഖ്റ തന്നെ വായനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണത്രേ.
ആ ആദ്യ സൂക്തം ഇപ്പോൾ കാണപ്പെടുന്നത് എവിടെയാണെന്നോ? ഖുർആനിൻ്റെ ആദ്യത്തിലല്ല, 96-ാം സ്ഥാനത്താണ്. തന്നെയുമല്ല, പ്രസ്തുത വാക്യം അവതരിച്ച് 1400 കൊല്ലം കഴിഞ്ഞിട്ടും മുസ്ലിം ലോകം 60% നിരക്ഷരതയിലാണ് കഴിയുന്നത്. വായിക്കാനുള്ള പ്രേരണയെന്തേ ഇത്രയും കാലം വിലപ്പോകാഞ്ഞു? ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വീണ്ടും കാണാം.